Okay, dear students, good evening. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ് പഠിച്ചത്. അതിൽ 3 സോഴ്സസ് പ്രിഫറൻസ് ഷെയർസിന് റെഡീം ചെയ്യാനുള്ള 3 സോഴ്സസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലൊന്നാമത്തെ സോഴ്സസ് ആണ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. അതിൽ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇനി അതിൽ വരുന്ന അടുത്തൊരു പ്രോബ്ലമാണ് പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ്. അതായത് ഈ ഒരു കേസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും പ്രിഫറൻസ് ഷെയർസ് പാർട്ട്ലി പെയ്ഡപ്പ് ആണെങ്കിൽ, മീൻസ് ഫുൾ എമൗണ്ട് പെയ്ഡ് ചെയ്യാതെ കുറച്ച് മാത്രമേ അടച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത്തരം ഡിബഞ്ചറിന് നമ്മളിങ്ങനെ ഡിബഞ്ചറല്ല പ്രിഫറൻസ് ഷെയർസിന് നമ്മളെങ്ങനെ റെഡീം ചെയ്യും എന്നുള്ളതാണ് ഇനിയിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട്ലി പെയ്ഡപ്പ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അതിനെ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം? ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് പോസിബിൾ ആവുള്ളൂ? റിഡംഷന് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിലുള്ള പ്രോബ്ലമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ലിമിറ്റഡ് ഹാഡ് 8% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹25 ഈച്ച്, 20 കോൾഡ് അപ്പ്. അതായത് ഈ ലിമിറ്റഡിന് 8000 പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരുന്നു അല്ലേ, 8% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരുന്നു. 25 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ. പക്ഷേ എത്ര പെയ്ഡപ്പ് ചെയ്തിട്ടുള്ളൂ? 20 മാത്രമേ കോൾഡ് അപ്പ് നടത്തിയിട്ടുള്ളൂ. മീൻസ് 20 രൂപ മാത്രമേ പെയ്ഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 5 രൂപ ഇനിയും പെൻഡിങ് കിടക്കുകയാണ്. ദ കമ്പനി ഡിസൈഡഡ് ടു റെഡീം ദ പ്രിഫറൻസ് ഷെയർസ് അറ്റ് 5% പ്രീമിയം. കമ്പനി എന്ത് ചെയ്തു? പ്രിഫറൻസ് ഷെയർസിനെ റെഡീം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെ റെഡീം ചെയ്യുന്നത്? 5% പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത്. ബൈ ദ ഇഷ്യൂ ഓഫ് സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്, ഫുള്ളി പെയ്ഡപ്പ് അല്ലേ. പുതിയ ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? 10 രൂപ ഫേസ് വാല്യുള്ള ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ടാണ് ഇവരിത് റെഡീം ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? പെയ്ഡപ്പ് അറ്റ് പ്രീമിയം ഓഫ് 10%. അപ്പോൾ 10% പ്രീമിയത്തിലാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. പാസ് ജേണൽ എൻട്രീസ് റിലേറ്റിംഗ് ടു റിഡംഷൻ. അപ്പോൾ റിഡംഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട ജേണൽ എൻട്രി എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനത്തെ കേസിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റെഡീം ചെയ്യാനുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് ആദ്യം കണ്ടെത്തണം. അപ്പോൾ അതോടെ കണ്ടെത്തി നമുക്ക് നോക്കാം. ഓക്കെ, റെഡീം ചെയ്യാനുള്ള എമൗണ്ടിൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കാം. നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ടു ബി റെഡീംഡ്. ആകെ നമുക്ക് എത്ര ഷെയറുകളാണ് ഉള്ളത്? 8000 പ്രിഫറൻസ് ഷെയർസ് ആണുള്ളത്. 25 രൂപയാണ് അതിൻ്റെ ടോട്ടൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 8000 × 25 എന്ന് പറയുമ്പം 2 ലക്ഷം രൂപയാണ് നമുക്ക് ആകെ റെഡീം ചെയ്യാനായിട്ടുള്ള എമൗണ്ട് ആവശ്യമായിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രീമിയം കൂടെ ഇൻക്ലൂഡഡ് ആകും. പ്രീമിയം ഓൺ റിഡംഷന് 5% ആണ്. 5% ആണ് പ്രീമിയം വരുന്നത്. അതായത് 10000 രൂപയാണ് പ്രീമിയമായിട്ട് വരുന്നത്. അപ്പോൾ ഈ 10000 രൂപ എങ്ങനെ കിട്ടുക? അതായത് 2 ലക്ഷത്തിൻ്റെ 5% കേട്ടോ. 2 ലക്ഷത്തിന് 5%ആണ് 10000 രൂപ പ്രീമിയം റിഡംഷന്. ദെൻ ടോട്ടൽ എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ എന്ന് പറയുന്നത് 2,10,000 രൂപയാണ് നമുക്ക് റിഡംഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇവിടെ എന്ത് കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ട്? നെറ്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ടു ബി ഇഷ്യൂഡ്. എത്ര ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണം? അത് കാണാൻ നമുക്ക് 2 ലക്ഷം രൂപയാണ് ആകെ ആവശ്യം. പ്രീമിയം എടുക്കരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 ലക്ഷം രൂപയാണ് ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ. ആ 2 ലക്ഷം ഡിവൈഡ് ബൈ ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ് അല്ലേ. ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ്. അപ്പോൾ 2 ലക്ഷം ബൈ 10 ഈക്വൽ ടു 20,000 ഷെയർസ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് പ്രീമിയത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. പുതിയ ഷെയറുകൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് എത്ര വരും? 2 ലക്ഷത്തിൻ്റെ 10% എത്ര കിട്ടും? 20,000 രൂപയാണ് നമുക്ക് പ്രീമിയം ആയിട്ട് വരിക. ഓക്കെ, നമ്മൾ ജേണൽ എൻട്രിക്ക് തിരിച്ചു പോവാം. ഓക്കെ, ലിസൺ. ഇൻ ദ ബുക്സ് ഓഫ് ലിമിറ്റഡ്, ഈ ലിമിറ്റഡ് ജേണൽ എൻട്രീസ് ആണ്. അതിൽ ആദ്യ ജേണൽ എൻട്രി, ഈ ഒരു ക്വസ്റ്റ്യന് പാർട്ട്ലി പെയ്ഡപ്പ് ആണല്ലോ. 20 രൂപ അടച്ചിട്ടുള്ളൂ. 5 രൂപ ഇനിയും പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പാർട്ട്ലി പെയ്ഡപ്പ് പ്രിഫറൻസ് ഷെയർസിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ജേണൽ എൻട്രി വേണം ആദ്യം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ജേണൽ എൻട്രി പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു 8% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 40,000 ആണ് വന്നിട്ടുള്ളത്. അതായത് പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ ഡ്യൂ ഓൺ 8,000 ഷെയർസ് അറ്റ് ₹5 ഈച്ച്.
ടു മേക്ക് ദ ഷെയർസ് ഫുള്ളി പെയ്ഡ്. അപ്പോൾ ഷെയർസിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ആ 5 രൂപ ഫൈനൽ കോൾ മണി റിസീവ് ചെയ്തതായിട്ട് ഡ്യൂ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. 8000 ഷെയർസ് ഉണ്ട് കണ്ടോ, 8000 × 5 = 40,000. ഓക്കെ, ഇനി അടുത്ത ജേണൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ടാണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ടാണ്. അതെന്ത് ജേണൽ എൻട്രിയാണ്? ഫൈനൽ കോൾ മണി റിസീവ്ഡ് ഓൺ 8000 ഷെയർസ് അല്ലേ, ആ ഫൈനൽ കോൾ മണി റിസീവ് ചെയ്തതായിട്ട് കാണിച്ചു. ഇവിടെ ഡ്യൂ ആയത്, ഇവിടെ റിസീവ് ചെയ്തു 40,000. ഇന്നതിൻ്റെ ശേഷം എന്ത് ചെയ്യുന്നത്, പുതിയ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പുതിയ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിഫറൻസ് ഷെയർസിനെ റെഡീം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കേണ്ടത് ഏതാണ്, ഇക്വിറ്റി ഷെയർസ് പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് കാണിക്കേണ്ടത്. ഓക്കെ, അതുപോലെ എന്താ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര വരും, നമ്മളതിൻ്റെ കാൽക്കുലേഷൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, 2 lakh rupees അല്ലേ. സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് എത്ര വരും, 20,000. രണ്ടും കൂടെ ബാങ്കിലേക്ക് 2,20,000 രൂപയാണ് വരുന്നത്. ഇഷ്യൂ ഔട്ട് 20,000 ഷെയർസ് ഓഫ് ₹10 each at 10% പ്രീമിയം ഫോർ ദ പർപ്പസ് ഓഫ് റിഡംഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ റിഡംഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള പ്രീമിയം റിഡംഷൻ ഓൺ പ്രീമിയം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രിയാണ് അടുത്തത് തന്നിട്ടുള്ളത്. അത് എവിടെ നിൽക്കുന്നത്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്നാണ് ഫണ്ട് എടുക്കുന്നത്. നമുക്കിപ്പോൾ 20,000 ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ മേലെ, അതിൽ നിന്നാണ് 10,000 രൂപ റിഡീം ചെയ്യാനെടുക്കുന്നത്. കാരണം 5% ഇതിലാണ് എന്ത് ചെയ്യുന്നത്, പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ = 10,000 വരും. ഓക്കെ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിലേക്ക് 10,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, റിഡംഷൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് റിഡംഷൻ എൻട്രി ഡ്യൂ ആകുന്ന ജേണൽ എൻട്രിയാണ് 8% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്ര വരിക, 2 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുക്കാനുള്ളത്. പ്രീമിയം എത്ര വരിക, 10,000 രൂപയാണ്. രണ്ടും കൂടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിന് കൊടുക്കാനുള്ളത് 2,10,000 രൂപയാണ്. ലാസ്റ്റ് ഫൈനലി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് പേയ്മെൻറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 2,10,000. ഓക്കെ, ഇനി അടുത്ത ഇത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ആണ്. നമ്മുടെ സോഴ്സസ് ഓഫ് റിഡംഷനിലെ ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിരുന്നു. ഇനി അടുത്ത സെക്കൻഡ് സോഴ്സായിട്ട് വരുന്ന പ്രധാനപ്പെട്ട സോഴ്സാണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഇനി എന്തായിരിക്കും റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതെ, ലാഭത്തിൽ നിന്നും എമൗണ്ട് എടുത്തിട്ട് പ്രിഫറൻസ് ഷെയർസിന് എന്ത് ചെയ്യാം, നമുക്ക് റെഡീം ചെയ്യാം. അങ്ങനത്തെ ഒരു കേസാണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. ഇനി അങ്ങനെ ഈ പ്രോഫിറ്റിൽ നിന്ന് ഫണ്ട് എടുത്തിട്ട് നമ്മൾ റെഡീം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നോക്കാം. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി റെഡീംഡ് ഔട്ട് ഓഫ് ദ ഡിവിസിബിൾ പ്രോഫിറ്റ്. കണ്ടോ, ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പ്രിഫറൻസ് ഷെയർസിന് റെഡീം ചെയ്യുന്നത്. ഇനി എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ്? ഡിവിസിബിൾ പ്രോഫിറ്റ് മീൻസ് ദ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ്. അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കാറുണ്ട്, വാർഷികത്തിൽ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കാറുണ്ട്. അവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതിന് അവർക്ക് ഡിവിഡൻഡ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഡിവിഡൻഡ് എവിടെ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്, അവരുടെ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള ലാഭവിഹിതത്തിൽ നിന്നാണ്, പ്രോഫിറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിവിഡൻഡ് കൊടുക്കാൻ അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിനെയാണ് എന്ത് പറയുന്നത്, ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഡിവിസിബിൾ പ്രോഫിറ്റ്, എക്സാമ്പിൾസ് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ നമ്മളതിനെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് എന്ന് പറയും. ഇൻക്ലൂഡ് ജനറൽ റിസർവ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജനറൽ റിസർവ്, റിസർവ് ഫണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ റിസർവ്, ഇൻഷുറൻസ് ഫണ്ട്, വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഫണ്ട്, വർക്ക്മെൻസ് ആക്സിഡൻറ്റ് ഫണ്ട്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, റിസർവ് ഫോർ കണ്ടിൻജൻസീസ്, എനി അതർ റവന്യൂ റിസർവ്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എവിടെ വരുന്നത്, നമ്മുടെ ഡിവിസിബിൾ പ്രോഫിറ്റിൽ വരുന്നത്. ഇനി ഇവിടെ വേറൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആർ നോട്ട് ഡിവിസിബിൾ പ്രോഫിറ്റ്.
കണ്ടോ, ക്യാപിറ്റൽ പ്രോഫിറ്റുകളൊന്നും എന്തല്ല, ഡിവിസിബിൾ പ്രോഫിറ്റുകളല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ഫണ്ട് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിബഞ്ചറിനെ പ്രിഫറൻസ് ഷെയർസിനെ റെഡീം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ആക്കിയിട്ട് നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ഫണ്ട് എടുക്കുന്നത്. ക്യാപിറ്റൽ പ്രോഫിറ്റ് നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല, ഫണ്ട് എടുക്കാൻ പറ്റില്ല. ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആർ നോട്ട് ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. എക്സാമ്പിൾസ് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഇൻക്ലൂഡ്സ് ക്യാപിറ്റൽ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, ഫോർഫീറ്റഡ് ഷെയർ അക്കൗണ്ട്, ദെൻ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, ദെൻ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, കുറച്ച് ഫണ്ടുകളൊക്കെ. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ക്യാപിറ്റൽ റിസർവുകളും സെക്യൂരിറ്റി പ്രീമിയം ഒക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ നോട്ട് അവൈലബിൾ ഫോർ ഡിവിഡൻഡ്, ഹെൻസ് ദീസ് ആർ നോട്ട് യൂസ്ഡ് ടു റെഡീം പ്രിഫറൻസ് ഷെയർസ്. ഉണ്ടോ? അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹെൻസ് ദീസ് ആർ നോട്ട് യൂസ്ഡ് ടു റെഡീം പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ ഇത്തരം ഫണ്ടുകൾ ഇതിൽ നിന്നുള്ള ഫണ്ടുകൾ എടുത്തുകൊണ്ട്, ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നുള്ള ഫണ്ട് എടുത്തുകൊണ്ട് എന്തിനു പറ്റില്ല, നമുക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ റെഡീം ചെയ്യാൻ പറ്റില്ല. കേട്ടോ? ഇൻ അതർ വേർഡ്സ്, ദ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഓർ റിസർവ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഓൺലി ഡിവിസിബിൾ പ്രോഫിറ്റ്സ് ആർ യൂസ്ഡ് ടു റെഡീം ദ പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ശ്രദ്ധിക്കാനുള്ള അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇൻ ദ കേസ് ഓഫ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്, an amount equal to face value or nominal value of shares so redeemed should be transferred from divisible profits to capital redemption reserve account. ശ്രദ്ധിക്കാനുള്ള അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പ്രോഫിറ്റിൽ നിന്നാണ് ഫണ്ട് എടുത്തിട്ട് റിഡംഷൻ പ്രിഫറൻസ് ഷെയർസിന് റിഡീം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിഡംഷൻ പർപ്പസ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ, എമൗണ്ട് ഈക്വൽ ടു ഫേസ് വാല്യൂ ഓർ നോമിനൽ വാല്യൂ, നമ്മൾ എത്രയാണോ റിഡീം ചെയ്യാനുള്ള പ്രിഫറൻസ് ഷെയർസിൻ്റെ നോമിനൽ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ, അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നും ആദ്യം എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? പ്രധാനപ്പെട്ട അക്കൗണ്ടാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. നമ്മൾ ഡിബഞ്ചറിൽ പഠിച്ച പോലെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഡിബഞ്ചറിൻ്റെ പ്രോഫിറ്റ് നിർത്ത് റിഡീം ചെയ്യുന്ന സമയത്ത് അവിടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഇവിടെ എന്താണ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ് നമ്മൾ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോർ കാൽക്കുലേറ്റിംഗ് ദ എമൗണ്ട് ടു ബി ട്രാൻസ്ഫേർഡ് ടു CRR, ദ പ്രീമിയം ഓൺ റിഡംഷൻ ടോട്ടലി ഇഗ്നോർഡ് ഓൺലി ദ നോമിനൽ വാല്യൂ ടു ബി റെഡീംഡ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ റെഡീം ചെയ്യാനുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുന്ന സമയത്ത് നമ്മൾ എന്തിന് മാത്രം കൺസിഡർ ചെയ്യാതെ മതി, CRRലേക്ക് എമൗണ്ട് മാറ്റുമ്പം എന്തിൻ്റെ എമൗണ്ട് ഈക്വലായിട്ടുള്ള മാറ്റിയാൽ മതി, നോമിനൽ വാല്യൂ മാത്രം മാറ്റിയാൽ മതി. ഇനിയിപ്പോൾ പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളാണ്. ദ ഫോളോവിങ് ജേർണൽ എൻട്രീസ് ആർ റിക്വയർഡ് ടു പാസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. വെൻ ഷെയർസ് ആർ റെഡീംഡ് അറ്റ് പാർ, ഷെയർസ് പാറിലാണ് റെഡീം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ് 3 ജേർണൽ എൻട്രിയാണ് വരുന്നത്. ഒന്ന്, ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ആദ്യം ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി. ഇതാണ് അത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് അല്ലെങ്കിൽ ജനറൽ റിസർവ്. ഞാൻ പറഞ്ഞില്ല, ഡിവിസിബിൾ പ്രോഫിറ്റ് ആയിട്ടുള്ള ഏതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലെ ബാലൻസും അതുപോലെ തന്നെ ജനറൽ റിസർവിൽ നിന്നുള്ള ഫണ്ടുകളൊക്കെയാണ് റിഡംഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ജേർണൽ എൻട്രി ഓൺ ദ റിഡംഷൻ ഓഫ് ഷെയർസ്. ഷെയർ റിഡീം ചെയ്യാനുള്ള ജേർണൽ എൻട്രിയാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ദെൻ തേർഡ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചു തന്നെയാണ്, അത് മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെയും കേസ് സെയിം തന്നെയാണ്. അടുത്തത് വെൻ ഷെയർസ് ആർ റെഡീംഡ് അറ്റ് പ്രീമിയം. വെൻ ഷെയർസ് ആർ റെഡീംഡ് അറ്റ് പ്രീമിയം. ഇവിടെയും ആദ്യ ജേർണൽ എൻട്രി വരുന്നത് നമ്മുടെ CRR അക്കൗണ്ടിലേക്ക് ഫണ്ട് മാറ്റുന്ന ജേർണൽ എൻട്രിയാണ് വരുന്നത്. കണ്ട, സെയിം എൻട്രി ആസ് അണ്ടർ 1. നമ്മൾ മേലെ പറഞ്ഞതിൽ ആദ്യ ജേർണൽ എൻട്രിയാണ് ആദ്യം വരെ CRRലേക്ക് ഫണ്ട് മാറ്റുന്നത്. രണ്ടാമത്തത് ഓൺ പ്രൊവൈഡിങ് പ്രീമിയം പേബിൾ ഓൺ റിഡംഷൻ.
റിഡംഷനുള്ള പ്രീമിയം പേയ്മെൻറ്റ് നടത്തുന്നതാണ്. അത് നമ്മൾ കുറേ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് എവിടെ നിന്നൊക്കെ എടുക്കാം? സെക്യൂരിറ്റി പ്രീമിയം എടുക്കാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കാം, അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവ് എന്നൊക്കെ ഫണ്ട് എടുക്കാം. ടു പ്രീമിയം ഓൺ റിഡംഷൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. മൂന്നാമത്തത് ഓൺ മേക്കിംഗ് മണി ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അല്ല, ഒരു പ്രീമിയം ഓൺ റിഡംഷനും കൂടെ അവിടെ കയറി വന്നിട്ടുള്ളൂ. ദെൻ ഫൈനലി ഓൺ പേയ്മെൻറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ പഠിച്ചതാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നുള്ള ജേണൽ എൻട്രി. ഓക്കെ, ഇനി അത് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ദ ഫോളോവിങ് എക്സ്ട്രാക്ട് ഫ്രം ദ ബാലൻസ് ഷീറ്റ് ഓഫ് സൺ ലിമിറ്റഡ് ആസ് അറ്റ് 31st December 2020 ഈസ് ഗിവൺ ടു യു. ഓക്കെ, നമുക്കൊരു ബാലൻസ് ഷീറ്റിൻ്റെ തന്നിട്ടുണ്ട് ഇവിടെ. ഷെയർ ക്യാപിറ്റൽ പറഞ്ഞിട്ട് 10,000 ഇക്വിറ്റി ഷെയർസ്, 10 രൂപ വെച്ചുള്ള ഇക്വിറ്റി ഷെയർസ് 1,00,000 രൂപ, 10,000 8% പ്രിഫറൻസ് ഷെയർസ് 10 രൂപയാണ് വില, അതും 1,00,000. ക്യാപിറ്റൽ റിസർവ് 50,000, ജനറൽ റിസർവ് 30,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 85,000. The company exercised its option to redeem the preference shares on 1st January 2020. Give journal entries to record the redemption. അപ്പോൾ ഇതാണ് ഒരു കമ്പനിയുടെ ചെറിയൊരു ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. കമ്പനി January 1, 2020 പ്രിഫറൻസ് ഷെയർസിന് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? റെഡീം ചെയ്യാൻ തീരുമാനിച്ചു. പ്രിഫറൻസ് ഷെയർസ് ഇവിടെ ആകെ എത്രയുണ്ട്? 1,00,000 രൂപയാണുള്ളത്. ഓക്കെ, അത് നമ്മൾ റെഡീം ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യണം? ജേണൽ എൻട്രി എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സൊല്യൂഷനിൽ ആദ്യം ചെയ്യേണ്ട ജേണൽ എൻട്രി എന്താണ്? CRR അക്കൗണ്ട് ദ എമൗണ്ട് ഈക്വൽ ടു അല്ലെങ്കിൽ എമൗണ്ട് ഈക്വൽ ടു നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ടു ബി റെഡീംഡ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്നാണ്, അല്ലേ? എമൗണ്ട് റിഡംഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള തുല്യമായിട്ടുള്ള എമൗണ്ട് CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ഇവിടെ ആദ്യം കാണിച്ചിട്ടുള്ളത്. അതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എവിടെ നിന്നൊക്കെ ഫണ്ട് എടുത്തുള്ളത്? ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്ര രൂപ ഉണ്ടായിരുന്നു? 85,000 ഉണ്ടായിരുന്നു. അതിവിടെ എടുത്തു. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 85,000. ദെൻ അടുത്ത ഫണ്ട് എടുത്തത് എവിടെ നിന്നാണ്? ജനറൽ റിസർവിലാണ്. ജനറൽ റിസർവിൽ 30,000 ഉണ്ട്. പക്ഷേ നമുക്ക് എത്ര രൂപ റെഡീം ചെയ്യാനുള്ളൂ? 1,00,000 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ 85,000ലേക്ക് എത്ര മതി? ഇനി ജനറൽ റിസർവിന് എത്ര ഫണ്ട് എടുത്താൽ മതി? 15,000 രൂപ മാത്രം എടുത്താൽ മതി. ബാക്കി 15,000 രൂപ എവിടെ തന്നെ ഉണ്ടാകും? ജനറൽ റിസർവിൽ തന്നെ ഉണ്ടാകും. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ റിസർവ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ റിസർവ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എടുക്കാൻ പാടില്ല. അങ്ങനെ ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി നമുക്ക് തരും. അതുകൊണ്ടാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് ഏതൊക്കെ ഐറ്റംസ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ധാരണയിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ ആ ഒരു ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 1,00,000 വന്നിട്ടുണ്ട്. ദെൻ പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആകുന്ന ജേണൽ എൻട്രിയാണ് 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1,00,000 വന്നിട്ടുണ്ട്. ദെൻ ഫൈനലി പേയ്മെൻറ്റ് ജേണൽ എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 1,00,000 rupees. Okay.